ഇന്ന് പപ്പേൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും മീൻസ് അപ്പൂപ്പന്മാരും പിന്നെ മേഘലമ്മയും ആപ്പനും വന്നിട്ടുണ്ടായിരുന്നു. ശശിയപ്പനും മനോപ്പനും മേഘലമ്മയും ആപ്പനായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ബീച്ചിലേക്ക്. ഏത് ബീച്ചാന്ന് പോലും അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ നമ്മൾ വിചാരിച്ചു മുഴപ്പിലങ്ങാട് ബീച്ചിൽ പോകാമെന്ന്. ആപ്പനാണെങ്കിൽ ഇന്ന് രാത്രി പോകേണ്ടതായിരുന്നു 10:30-ക്ക്. അങ്ങനെ ഈ റെഡ് കാർ കണ്ടോ, അത് കുട്ടമാമൻ്റെയും ഇത് ശശിയപ്പൻ്റെ വണ്ടിയാണ് കേട്ടോ. അവരും അങ്ങനെ എല്ലാവരും കൂടി വന്നു. അങ്ങനെ ടോട്ടൽ നമ്മൾ 4 കാർ എടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഒന്ന് വിച്ചുവൻ്റെ കാറുമായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചിലെത്തി. നമ്മൾ വേറൊരു എൻട്രൻസ് വഴിയാണ് കയറിയത്. അതുകൊണ്ട് തന്നെ അത്ര ആൾക്കാരോ കാര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് നമ്മൾ എത്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴായിരുന്നു ആൾക്കാരൊക്കെ കുറച്ചെങ്കിലും വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറേ നേരം അങ്ങനെ ബീച്ചിലിരുന്നു. ഞാനാണെങ്കിൽ അവിടെ കിട്ടിയൊരു സ്ഥലം നോക്കിയിട്ട് അവിടെ പോയി ഇരുന്നു. അവിടെയാണെങ്കിൽ ഫുൾ മണ്ണൊക്കെ ആയിരുന്നു. എന്നാലും ഞാൻ അവിടെ ഇരുന്നു, എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ വ്ളോഗ് എടുക്കേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ലിയോനെ കണ്ടിട്ടായിരുന്നു ഈ നായ്ക്കളൊക്കെ നമ്മൾ പുറകെ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടുന്ന് ഇറങ്ങുന്ന വരെ ഈ നായ്ക്കൾ നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം വിചാരിച്ചു, നമ്മൾ ആദ്യം നിന്ന സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക് വേറെ ഒരു എൻട്രൻസ് ഉണ്ട്. നമ്മൾ വേറെ ഒരു എൻട്രൻസിലായിരുന്നു ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഭയങ്കര കുറവായിരുന്നു. അപ്പം നമ്മൾ വേറൊരു എൻട്രൻസ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ അവിടുന്ന് ചായയും പിന്നെ ലൊട്ടക്കച്ചും പിന്നെ സ്വീറ്റ് കോണും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കുടിക്കുകയൊക്കെ ചെയ്തിട്ട് അവിടെ ഇരിക്കുമായിരുന്നു കുറച്ച് നേരം. നമ്മളാണെങ്കിൽ കുറേ നേരം അവിടെ ടിക്കറ്റൊക്കെ കിട്ടേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തായിരുന്നു. കാരണം അവിടെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് വേണമായിരുന്നു. നമ്മൾ ആ ബീച്ചിൽ പോവാന്നുള്ള വെള്ളത്തിൽ കളിക്കാനൊക്കെ പറഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഇവിടെ എത്തിയ സമയത്ത് എല്ലാവരും പറഞ്ഞു എന്നാൽ പിന്നെ അവിടെ പോകണ്ട, നടക്കുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ നമുക്കവിടെ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ടാമതും സ്വീറ്റ് കോണൊക്കെ വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് മൂർച്ച വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ആ സ്ഥലം ഞാൻ പറഞ്ഞത്, ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞത്. ഇതിന് എന്താ കറക്റ്റ് പറയുന്നത് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറേ സമയം അവിടെ നടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ ഒരു പാർക്ക് പോലത്തെ ഒരു ഏരിയ ആയിരുന്നു, കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള. അതിൻ്റെ ഇടയ്ക്ക് ഞാനും സ്ലൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആപ്പിന് പോകേണ്ടതുകൊണ്ട് തന്നെ ആപ്പ് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ അവർ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മളെ വിച്ചാമനായിരുന്നു കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കണ്ട 2 മഞ്ചുണ്ടല്ലോ, അതും വിച്ചാമൻ എനിക്ക് വാങ്ങി തന്നതായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ അക്ഷയയിലേക്ക് പോയിട്ട് അവിടുന്ന് നേരെ വണ്ടി എടുത്തിട്ടായിരുന്നു വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.